ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 49ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരരെ, കഴിഞ്ഞ 2-3 സെഷനിൽ ഞാനൊരു യുവതിക്കുണ്ടായ പൈശാചിക ആവാസം, അതിന് കാരണമായ ഞെരുക്കത്തിൻ്റെ ചില അനുഭവങ്ങൾ, പശ്ചാത്തലങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ സെഷനിൽ പറയുകയുണ്ടായി, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ഒരു വലിയ നിരാശയുടെ ചിന്തയുടെ പശ്ചാത്തലത്തിൽ പൈശാചിക സൈറ്റുകളിൽ അവൾ കയറി സാത്താന്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരവസരത്തിൽ എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അടുത്ത് പറഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ എന്നെ എടുത്തു എന്നൊരു പറച്ചിലാണ്. നമ്മൾ അതേപ്പറ്റിയാണ് ഇപ്പം ചിന്തിക്കുന്നത്. സാത്താന് നമ്മൾ സമ്മതം കൊടുക്കാൻ ഇടവരിക എന്ന് പറയുന്നത് വലിയൊരു അപകടമാണ്. പിശാചിൻ്റെ അസാധാരണമായ ഇടപെടലുകളെക്കുറിച്ച് റോമാരൂപതയിൽ എക്സോർസിസ്റ്റ് ആയിരുന്ന ഗബ്രിയേലി അമോർത്തച്ഛൻ തൻ്റെ അൻ എക്സോർസിസ്റ്റ് ടെൽസ് ഹിസ് സ്റ്റോറി എന്നൊരു പുസ്തകത്തിൽ പങ്കുവെക്കുമ്പോൾ 6 ഇനങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആ 6 ഇനങ്ങളിൽ 5ാമത്തേത് ഡിമോണിക് സബ്ജുഗേഷൻ എന്നുള്ള ഒരു ഐറ്റമാണ്. എന്ന് വെച്ചാൽ സാത്താന്യ അരൂപികൾക്ക്, പൈശാചിക അരൂപികൾക്ക് ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന, തുറന്നു കൊടുക്കുന്ന ഒരനുഭവമാണത്, അവസ്ഥയാണത്. അങ്ങനെ ചെയ്യുമ്പോൾ പിശാചിൻ്റെ അസാധാരണ രീതിയിലുള്ള കടന്നുകയറ്റം, അതിൻ്റെ ബാക്കിയായ എല്ലാ ഞെരുക്കങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പത്രോസിൻ്റെ 1 ലേഖനം 5ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 5, 6, 7 വാക്യങ്ങളിൽ, ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വെടികൊണ്ട് നനച്ച് ചുറ്റി നടക്കുകയാണ്. അപ്പോൾ ആരെ വെടികൊണ്ട് നനച്ച് ചുറ്റി നടക്കുന്ന പിശാചിൻ്റെ മുൻപിൽ നമ്മൾ തന്നെ വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ തുറന്നിട്ട് അവനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനത്തെ പെരുമാറ്റം വന്നു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത പൈശാചിക ആവാസത്തിലാണ് ഇരയാവുക. വിളിക്കാതെ തന്നെ ഇടിച്ചു കയറാനായിട്ട് നോക്കി നടക്കുന്നവനാണ് പിശാച്. എവിടെയാണ് പഴുതുണ്ടെന്ന് നോക്കി, ഇല്ലാത്ത പഴുത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കി, തള്ളി തുറന്ന് കെണി വെച്ച് വഞ്ചിച്ച് അകത്ത് കയറാൻ നിരന്തരം നോക്കുന്നവനാണ്. അപ്പോൾ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് വിളിച്ചാലോ അവൻ ആഘോഷമായിട്ട് കടന്നു വരും. നമ്മൾ വിളിക്കാതെ വന്ന് കയറുന്ന പൈശാചിക സാന്നിധ്യ സ്വാധീനങ്ങളെ ഇറക്കി വിടാനായിട്ട്, ദൂരീകരിക്കാനായിട്ട് താരതമ്യേന എളുപ്പമാണ് എന്നും, അതേസമയം നമ്മളൊരു വ്യക്തി അറിഞ്ഞ് അകത്തേക്ക് വിളിച്ചു കയറ്റുന്ന ഒരു പൈശാചിക അരൂപിയെ ഇറക്കി വിടുക താരതമ്യേന ബുദ്ധിമുട്ടാണ് എന്നും ഈ മേഖല ശുശ്രൂഷ ചെയ്യുന്ന അനേകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മുടെ സമ്മതമെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സിദ്ധിയാണിത്. തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്, കഴിവാണ് ഈ സ്വതന്ത്ര മനസ്സെന്ന് പറയുന്നത്. ദൈവം തൻ്റെ സൃഷ്ടികളിൽ അരൂപിയുടെ മേഖലയിൽ മാലാഖമാർക്കും ശരീര മേഖലയിൽ മനുഷ്യർക്ക് മാത്രമാണ് ഈ ഒരു കഴിവ് കൊടുത്തത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഒരു സ്വതന്ത്ര മനസ്സിൻ്റെ ശേഷി എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വെളിപാട് പുസ്തകത്തിലെ 3ാമത്തെ അധ്യായത്തിൽ, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും അത് കേട്ട് എൻ്റെ സ്വരം കേട്ട് തുറന്നു തന്നാൽ ഞാൻ അകത്തു വരും എന്ന് തമ്പുരാൻ പറയുന്നതായി യോഹന്നാൻ വെളിപാട് രേഖപ്പെടുന്ന വചനം ഓർത്താൽ മതി. ഒന്ന് ഓർത്ത് നോക്കിക്കേ, വാതിൽക്കൽ മുട്ടി വിളിക്കുന്ന ദൈവത്തിൻ്റെ മുട്ട് സ്വരം കേട്ടിട്ട് അകത്തിരിക്കുന്ന വ്യക്തി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ വാതിലിൻ്റെ സുഷിരത്തിൻ്റെ പുറത്തേക്ക് നോക്കുന്നു. അപ്പോൾ കാണുകയാണ് സർവശക്തനായ ദൈവമാണ് വാതിൽക്കന്ന് മുട്ടുന്നത്. അങ്ങനെ കാണുന്ന വ്യക്തി, അകത്ത് നിൽക്കുന്ന വ്യക്തി പറയുകയാണ്, ദൈവത്തെ ഞാനിപ്പോൾ അകത്ത് കയറ്റുന്നില്ല, അങ്ങനെ അവിടെ നിൽക്കട്ടെ, എനിക്ക് ദൈവത്തെ അകത്ത് കയറാൻ ഇഷ്ടമില്ല. ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ ദൈവം അവിടെ നിൽക്കുകയുള്ളൂ. ദൈവം മുട്ടിക്കൊണ്ട് നിൽക്കും, അകത്ത് കയറിയല്ല. എന്ന് വെച്ചാൽ വേറെ വാക്കുകൾ പറഞ്ഞാൽ, ദൈവത്തോട് പോലും പുറത്ത് നിൽക്ക്, അകത്ത് കയറാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു ശേഷി ദൈവം നമുക്ക് നൽകിയ, കനിഞ്ഞു നൽകിയ സ്വതന്ത്ര മനസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്വതന്ത്ര മനസ്സിന് പ്രാധാന്യം നമുക്കറിയാമല്ലോ. മാംസം വെക്കാനായിട്ട് പള്ളിക്ക് പുറത്തു നിൽക്കുന്ന അച്ഛനും 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പിശാചിൻ്റെ അടിമത്തിൽ മോചനം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നോ? നിന്റെ ആഗ്രഹം. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നോ? നീ ഉപേക്ഷിക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷകർത്താവ് നീ സ്വീകരിക്കുന്നോ? ഞാൻ സ്വീകരിക്കണം. നീ സ്വീകരിക്കണം. അപ്പം ഞാനെന്ന വ്യക്തിയുടെ സമ്മതമാണ്. ഇങ്ങനെയുള്ള സ്വതന്ത്ര മനസ്സ് നമ്മൾ പിശാചിനോട് യേസ് പറയാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സാത്താൻ്റെ സാന്നിധ്യം വല്ലാണ്ട്
നമ്മളിലേക്ക് വിളിച്ചു കയറ്റുന്ന അനുഭവമാണ്. ഞാൻ പറഞ്ഞ യുവതി ഇങ്ങനെ നിനക്ക് വേണമെങ്കിൽ എന്നെ എടുത്തോ എന്നൊറ്റ പറച്ചിൽ പറഞ്ഞു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ ക്ഷണം ആ യുവതിയിലേക്ക് പൈശാചികമായ ആവാസം ഉണ്ടായി. അവളപ്പോൾ തിരിച്ചറിഞ്ഞില്ല. പിന്നീട് അവിടെ തൊട്ടടുത്ത ദിവസം ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ ചെന്ന അവസരത്തിൽ അവൾ വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ICU യൂണിറ്റിലായിരുന്നു അവളുടെ ഡ്യൂട്ടി. അവിടെ ഉള്ള ക്രമീകരണങ്ങൾ വളരെ VIP-കളായിട്ടുള്ള രോഗികളെ ചികിത്സിക്കുന്ന വലിയൊരു ആശുപത്രിയായിരുന്നു അത്. അവിടെ ഇവൾ വളരെ വിചിത്രമായ രീതിയിൽ അപകടകരമായി പെരുമാറാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് അവളെ ഉത്തരവാദിത്തപ്പെട്ടവർ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കി, അഡ്മിറ്റാക്കി. ഏതാനും ദിവസങ്ങളിൽ MRI സ്കാനും എല്ലാം എടുത്തു. കാരണം ഇവിടെ ഉരുണ്ട് വീഴുന്നു, ബഹളം വെക്കുന്നു, അലറി വിളിക്കുന്നു, ഒരു ലക്കില്ലാത്തവർ പെരുമാറുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അവർ വിചാരിച്ചു. അപ്പം അങ്ങനെയുള്ള പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു കാരണവും ശാരീരികമായിട്ട് മാനസികമായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അക്രൈസ്തവ ഡോക്ടർ പറഞ്ഞു, ഇത് മരുന്നിൻ്റെ വിഷയമല്ല, ഇവക്ക് താല്പര്യമാണെങ്കിൽ, ഇവിടെ കുടുംബാംഗങ്ങൾ താല്പര്യമാണെങ്കിൽ ഞങ്ങളുടെ രീതിക്ക് ഇതിനെ കൈകാര്യം ചെയ്യാം. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ആശുപത്രിക്കാർ നാട്ടിൽ വിവരം അറിയിച്ചിട്ട് അവൾ കുടുംബാംഗങ്ങൾ ഒന്നും കൂട്ടിക്കൊണ്ട് വരുന്നതും എൻ്റെ അടുത്ത് വരാൻ ഇടവരുന്നതും. പക്ഷേ സഹോദരൻ, ഈ സമ്മതം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓജോ ബോർഡ് കളിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അവിടെ ഗുഡ് സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടാണ് വരിക എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓജോ ബോർഡ് കളിക്കുക വഴി അത് തമാശനാകട്ടെ, നേരം പോക്കിനാകട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആകട്ടെ, പൈശാചിക അരുവികളൊക്കെ മറിഞ്ഞിരിക്കുന്ന കാര്യം വെളിപ്പെടുത്താൻ സാധിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അറിവ് പൈശാചിക അരുവിക്കുള്ളത് വെച്ചുകൊണ്ട് നമ്മൾ കാര്യം അറിയാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവയെ വിളിച്ചു കഴിയുമ്പം അവ നമ്മൾ സഹായിക്കാനെത്തും. ആ സഹായം ഈ ചൂണ്ടക്കാരൻ മണ്ണിര കോർത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന പോലെയാണ്. ആ മണ്ണിരയ്ക്കകത്തുള്ളത് ചൂണ്ടയുടെ കൂർത്ത മൂർച്ചയുള്ള സൂചി മുനയാണ്, കൊളുത്താണ്. അതിനെ കവർ ചെയ്യാൻ വേണ്ടി ആ മണ്ണിര പക്ഷെ മത്സ്യത്തിന് ഇഷ്ടമാണ് താനും. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു കാര്യസാധ്യം, മറിഞ്ഞിരിക്കുന്ന കാര്യം അറിയുക, നാളത്തെ കാര്യം അറിയുക, അതിന് ആ ഒരു കൗതുകമാകുന്ന മണ്ണിരയുടെ ഉള്ളിൽ സാത്താൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിയ ചൂണ്ട മുനയാണ് മറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെറുതെ കൗതുകത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഓജോ ബോർഡ് വിളിക്കുമ്പോൾ പൈശാചിക അരുവിക്ക് നമ്മൾ തമ്മിൽ തുറന്നു കൊടുക്കുകയാണ്. അതുവഴി കണിയപ്പെട്ട പല വ്യക്തികളെ ഞാൻ നേരിട്ട് ഈ ശുശ്രൂഷകത്ത് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ട ഏക നാമം അപ്പോസ്തലപ്രവൃത്തി 4 പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യമക്കൾക്ക് രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമമല്ലാതെ. യേശുവിൻ്റെ നാമത്തെ അല്ല വേറെ ഒരു നാമത്തെ വിളിക്കരുത്. സങ്കീർത്തനം 91 1-2 വാക്യങ്ങളിൽ അതിൻ്റെ സംരക്ഷണമുള്ള വ്യക്തി ദൈവത്തിന് തണലിൽ കഴിയുന്നു. അവൻ കർത്താവിനോട് പറയും, എൻ്റെ ആശ്രയം സങ്കേതം കോട്ട നീയാണ് എന്ന്. കർത്താവല്ലാത്ത ഒന്നിനോടും പറയരുത്, ആരോടും പറയരുത്. ആ പറച്ചിലിൽ ഒന്നാം നിരയിൽ കയറി വരുന്ന ഒന്നാണ് പൈശാചിക അരുവികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം ഈശോ വഴി വെളിപ്പെടുത്തി കിട്ടിയത് പരിശുദ്ധാത്മാവ്. ഈ പ്രത്യേക ദൈവത്തിൻ്റെ നാമം, ആ ദൈവത്തോട് ചേർന്ന് പോകുന്ന വിശുദ്ധ മാലാഖമാരുടെ നീണ്ട നിര, അവിടെ പേര് വെളിപ്പെടുത്തി കിട്ടിക്കുന്നത്. ഇതല്ലാതെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് വേറെ ഒരു നാമവും നമ്മുടെ പ്രാർത്ഥനാ മേഖലയിൽ, പ്രാർത്ഥന രീതിയിലുള്ള വിളിക്കലായിട്ട് നമുക്ക് നാവിൽ ഉള്ളിൽ വരാതിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.